നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞിക്കെട്ട് കണക്കിരിക്കുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. സിമ്പിൾ റെസിപ്പി കേട്ടോ, പെട്ടെന്ന് ആർക്കും ചെയ്തെടുക്കാൻ പറ്റിയ നല്ല സിമ്പിൾ റെസിപ്പി. അപ്പോൾ സമയം കളയാതെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബാ. അപ്പം ഞാൻ ഒരു 1/2 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടത് കഴുകി 2-3 പ്രാവശ്യം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി നമുക്കതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി ഇടണം കേട്ടോ. ഒരു 2-3 മണിക്കൂർ നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണേ. അപ്പോൾ ഞാൻ ഒരു 2-3 മണിക്കൂറൊക്കെ ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് റൈസ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് ചോറും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതല്ല കപ്പി കാച്ചിയതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, നമ്മുടെ സാധാരണ ചോറുണ്ട്. ഇപ്പോൾ അതല്ല നമുക്ക് ബാസുമതി റൈസിൻ്റെ റൈസാണെങ്കിലും കുഴപ്പമില്ല, ഏത് റൈസാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഇതിൽ സിമ്പിൾ റെസിപ്പി ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം പാലപ്പം നമുക്ക് പല മോഡലുണ്ടാക്കാം. റൈസ് നമുക്ക് പൊടിച്ചിട്ടുണ്ടാക്കാം, അത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതൊരു വേറൊരു ടൈപ്പ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ റൈസ് നന്നായിട്ട് നല്ല ഫൈനായിട്ട് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ റൈസും കൂടെ നല്ല ഫൈനായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് ഈസ്റ്റും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഉണ്ടോ, കുറച്ച് ഈസ്റ്റും കൂടെ. അപ്പോൾ ഈ റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഞാൻ ഓൾറെഡി നമ്മൾ അരച്ച കുറച്ച് മാവിൻ്റെ അകത്തുനിന്ന് കുറച്ചുകൂടെ മാവ് ഉണ്ടോ, ഈ ഒരു പരുവത്തിലായിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് മാവും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, അപ്പോൾ നമ്മുടെ ചോറും ഈസ്റ്റും നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് തേങ്ങ, ഒരു 1/2 മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ആകെ 1/2 കിലോ റൈസേ ഉള്ളൂ. അപ്പോൾ അത് കണക്ക്. പിന്നീട് ഞാൻ ആ തേങ്ങ പൊട്ടിച്ച് ആ തേങ്ങാ വെള്ളം കൂടെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആ തേങ്ങയും കൂടെ നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആണ് കേട്ടോ. അരയാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അതിനുശേഷം കൈയൊക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ട്, ഒരു മടിയും വിചാരിക്കേണ്ട കേട്ടോ. കൈയിട്ട് കഴുകുന്നതിന് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകണമെന്ന് മാത്രം. നന്നായിട്ട് അങ്ങ് ഇളക്കി നല്ല വൃത്തിയായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ മാവ് രാവിലത്തേന് നല്ല പുളിച്ച് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പുളിച്ച് കഴിഞ്ഞാൽ ഇത് സോഡാപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നല്ലൊരു കുറച്ച് നല്ല അടിപൊളിയായിരിക്കുന്ന കുറച്ച് സോഡാപ്പൊടിയും കൂടെ അങ്ങ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര, ഉപ്പ് ഇത്ര ഇട്ട് കണ്ട നല്ല അടിപൊളിയായിട്ട് നോക്കിയേ പാലപ്പം വരുന്നു. നോക്കി എന്ത് രസമെന്ന് നോക്കി കേട്ട. കറക്റ്റ് നമ്മൾ ആ അപ്പച്ചട്ടി ഒന്ന് ചൂടായതിന് കറക്റ്റ് ചൂടായിരിക്കണം കേട്ടോ നമ്മൾ അപ്പം ഇടുമ്പോൾ. എന്നാൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ല ഒത്തിരി ഫയറും കൂട്ടി വെക്കാതെ ഒരു സ്ലോ ഫയറിൽ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഉണ്ടോ നോക്കി എന്ത് രസമെന്ന് നോക്കി പാലപ്പം. മിക്ക ആൾക്കാർക്കും തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാമായിരിക്കും, എന്നാലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ കേട്ടോ ഇത്. ഉണ്ടോ, നല്ല കിടിലനായിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പാലപ്പം ഒന്നും നന്നായിട്ടൊന്നും അറിയത്തില്ലാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ ഇന്നത്തെ പാലപ്പത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാലപ്പം കേട്ടോ. ഇതുകൊണ്ടൊക്കെയുള്ള കിടിലൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. താങ്ക് യു.